ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്കിലേ ആ ജീവൻ കൂടി അങ്ങ് പോവും, മര്യാദയ്ക്കല്ലാന്നുണ്ടെങ്കിൽ. ഭൂമിയിൽ ചിരഞ്ജീവിയായിട്ട് ഇത്ര നാൾ ജീവിച്ചോളാന്ന് ഞാൻ ആരുടെ അടുത്തൊന്നും പാട്ടക്കരാറൊന്നും എടുത്തിട്ടില്ല. പോകുമ്പോ അങ്ങ് പോവും. പക്ഷെ പോകുന്നത് വരെ ഈ കുമാരൻ ആണായിട്ട് തന്നെ ഇരിക്കും. പണ്ട് പത്രം ഉണ്ടായിരുന്നപ്പോ കിട്ടിയിരുന്ന അടിയുടെ ചൂടാ അയാളെ ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഒറ്റയ്ക്ക് നിന്ന് പോരാടും. മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദാക്ഷൻ സാറിന്റെ മുഖ്യ ശത്രുവായിരുന്നു. അരവിന്ദാക്ഷൻ സാറിനെതിരെ അന്ന് ശബ്ദിച്ചിരുന്നത് പ്രതിപക്ഷമല്ലായിരുന്നു, ഈ കുമാരനായിരുന്നു. ചുരുക്കത്തില് ചെറിയ തലവേദന സാർ എനിക്ക് തന്നു അല്ലേ സർ? ചില ശബ്ദങ്ങൾ നമുക്ക് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കാനാവില്ല. അത് പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിലർക്ക് വളർത്താനായിരിക്കും, മറ്റു ചിലർക്ക് കൊല്ലാനായിരിക്കും. എന്തിനാണെന്ന് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. എന്തായാലും കാഹളത്തിന്റെ ശബ്ദം നമുക്ക് കണ്ടില്ലെന്ന് വെക്കാനാവില്ല. സിവിൽ കോടതി വിട്ട ഹൈക്കോടതി, അതും കഴിഞ്ഞാൽ സുപ്രീം കോടതി. അങ്ങനെ കോടതി വരാന്തകൾ പുത്തരിയല്ലാത്ത ഈ മനുഷ്യന്റെ ബ്രെയിൻ നിലച്ചു കാണാൻ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ശ്രമിച്ചു നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ പിന്നെ ആ മുതല് പറയുന്നത് നമുക്ക് മുഖവിലക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശാലിനി ഒന്ന് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ഒരു റിപ്പോർട്ട് എനിക്കിതാ. ഒരു കാര്യം ശ്രദ്ധിക്കുക, അയാൾ വെട്ടുന്ന വഴി ഒരിക്കലും ഒരു സുഗമമായ വഴിയായിരിക്കില്ല. കല്ലും മുള്ളും നിറഞ്ഞത് തന്നെയായിരിക്കും. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കുമാരൻ തെളിയിക്കുന്ന തിരിക്ക് ഒരൽപ്പം ചൂട് കൂടുമെന്ന് മാത്രം ഓർക്കുക. ശരി സർ, ഞാൻ എന്തായാലും നോക്കാം. നിക്കടവിടെ, നിക്കടാ. എവിടെ പേഴ്സ്? എടുക്കടാ, കൊണ്ട് പേഴ്സ് എടുക്കടാ. കള്ള കള്ള മോഷ്ടിക്കാൻ നടക്കുന്നോടാ. യവനെ പിടിച്ചേ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസിനെ വിളിക്ക്. നിർത്താൻ. എന്താ എന്താ പ്രശ്നം? യവനെ കള്ളനാ, കള്ളൻ. നീ വാ. കുമാരട്ടേമ കള്ളനാ. എന്റെ പേഴ്സ് അവൻ കട്ടത്. നീ ഇവരുടെ പേഴ്സ് എടുത്തോടാ. എടുത്തോന്നാ ചോദിച്ചേ? എടുത്തു. എന്തിനാ നീ പേഴ്സ് മോഷ്ടിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ പേഴ്സ് മോഷ്ടിച്ചതെന്ന്? വിശന്നിട്ടാ. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഞാൻ എടുത്തേ. കള്ളോ അവൻ പറയുന്നേ? വെറുതെ പറയോ? യവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. ഡോ, തനിക്ക് തന്റെ പേഴ്സ് കിട്ടിയില്ലേ? അതിന്ന് ഒരു രൂപ പോലും പോയിട്ടില്ലല്ലോ. ഇതൊരു കുട്ടിയല്ലേ, തൽക്കാലം ഒന്ന് ക്ഷമിക്കേ. ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കുമാരേട്ടനെ പോലുള്ളവരാ വളം വെച്ച് യവന്മാരെയൊക്കെ വഷളാക്കുന്നത്. യവനൊക്കെ വലുതായ ആരാവുന്ന ആർക്കറിയാം. മതി മതി, നിങ്ങളൊക്കെ പോയേ. വാടാ. അന്യന്റെ മുതൽ എന്തിനാടാ മോഷ്ടിക്കുന്നത്? നീ നിന്റെ ചുറ്റുപാടൊന്ന് നോക്കിക്കേ. എല്ലാവരും അധ്വാനിച്ചല്ലേ ജീവിക്കുന്നത്. ഈ കടക്കാരൻ അയ്യപ്പേട്ടനെ കണ്ടില്ലേ? മരിക്കുവോളം അധ്വാനിച്ചേ ജീവിക്കൂ എന്ന് പറഞ്ഞ് വെളുപ്പിന് 3 മണിക്ക് പണി തുടങ്ങുന്ന ആളാ. രാത്രി 11-11:30 ആവും കടയൊതുക്കാൻ. ഇയാൾ എന്തിനാ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്നത്? എളുപ്പമാർഗത്തിൽ നീ കാണിച്ചതുപോലെ അയാൾക്കും ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിച്ചാ പോരായിരുന്നോ? ഇയാളത് ചെയ്തില്ലല്ലോ. അയാള് അത് ചെയ്യാതെ ഇതുപോലെ കഷ്ടപ്പെടുന്നതെന്തിനാ? അധ്വാനിച്ച് ജീവിക്കുന്നതിന് അന്തസ്സുണ്ട്. അങ്ങനെ തിന്നാലേ നമ്മുടെ ശരീരത്ത് പിടിക്കൂ. ഇനി നീ മോഷ്ടിക്കോ? ഇല്ല.
അന്യന്റെ മുതല് പിടിച്ചു പറിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യോ? ഇല്ല. എങ്കി വാ. അയ്യപ്പ, ഓ. ഇവൻ എന്താന്ന് വെച്ചാ വയറ് നിറച്ചു കൊടുക്ക്, കഴിക്കട്ടെ. വാടാ. കഴിക്കും. മോനെ, ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് നീ ആഹാരം വാങ്ങി കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മോനെ. അത് അനുഭവിച്ച് തന്നെ അറിയണം. നീ അതെടുത്ത് കഴിക്ക്. എടോ, തനിക്ക് ഇവിടെ സഹായത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആരെങ്കിലും ഉണ്ടോ? ഇവൻ മതിയോ? അത് പിന്നെ ഈ കള്ളത്തരമൊക്കെ ഉള്ള. എടോ അയ്യപ്പ, തനിക്കറിയാവോ, ഇവിടെ ആരും കള്ളനോ കൊള്ളക്കാരനോ ആയിട്ട് ജനിച്ചു വീഴുന്നില്ല. അത് പിന്നെ സാഹചര്യമാണ് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. പിന്നെ മുൻവിധി. ആ മുൻവിധിയാണ് ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയേണ്ടത്. താൻ ഇവനെ ധൈര്യമായി കൂടെ നിർത്തിക്കോ. ഇവനിനി എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ നോക്കിക്കോളാം. അതിനി എന്ത് പരിഹാരം വേണമെങ്കിലും ഈ കുമാരൻ ചെയ്യും. മോനെ, നീ തൽക്കാലം ഇവിടെ നിൽക്കി. മറ്റെന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാണിക്കോത്ത വണ്ടിയാണല്ലോ അത്. ആരാടാ ഇതിൽ കാഹളം കുമാരൻ? ഞാനാണ്. മാണിക്കോത്ത് മഹേന്ദ്രൻ സാറിനെതിരെ നീ പൊതു താല്പര്യ ഹർജി കൊടുത്തോ? കൊടുത്തു. അതെന്റെ ജോലിയാ. എങ്കിൽ എത്രയും പെട്ടെന്ന് അത് പിൻവലിക്കണം. ഇല്ലെങ്കിൽ ഈ തടി കേടാവും. ഇനി ഈ തടിയിൽ കേടാവാൻ എന്തിരിക്കുന്നനിയാ? ഇത് പാഴ്ത്തടിയാ. ജീവനുണ്ടെന്നേ ഉള്ളൂ, എനിക്ക് പോലും ഉപയോഗമില്ല. എങ്കിലേ ആ ജീവൻ കൂടി അങ്ങ് പോവും, മര്യാദയ്ക്കല്ലാന്നുണ്ടെങ്കിൽ. ഭൂമിയിൽ ചിരഞ്ജീവിയായിട്ട് ഇത്ര നാള് ജീവിച്ചോളാന്ന് ഞാൻ ആരുടെ അടുത്തൊന്നും പാട്ടക്കരാറൊന്നും എടുത്തിട്ടില്ല. പോകുമ്പോ അങ്ങ് പോവും. പക്ഷേ പോകുന്നത് വരെ ഈ കുമാരൻ ആണായിട്ട് തന്നെ ഇരിക്കും. ആണായിട്ട്. പോകാൻ നോക്ക്. എന്നിട്ട് ആ മഹേന്ദ്രനോട് ചെന്ന് പറ,